അനു ചേച്ചിയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അനുവായിട്ട് കോണ്ടാക്ട് ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെയാണ്, കംപ്ലീറ്റ്ലി ഓക്കെയാണ്. രവി ചേച്ചി ഹായ്. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, എൻ്റെ ഫാമിലി ഫ്രണ്ടും കൂടെ ആണ്. എൻ്റെ മാക്സിമം എല്ലാ ഇവൻറ്റിനും പുള്ളിക്കാരിയാണ് എൻ്റെ മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ മരിയ ചേച്ചി എന്നും പറഞ്ഞിട്ട് ആരോ മെസ്സേജ് ഉണ്ട്, ചേച്ചി നമുക്ക് മീറ്റ് ചെയ്യണം. ഡെഫിനറ്റ്ലി മീറ്റ് ചെയ്യാം. ഒത്തിരി പേര് മീറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. എവിടെ ഇപ്പം ഞാൻ പുറത്തോട്ട് പോയിട്ട് വന്ന് കാണുന്നവർ ചിലർ വന്നിട്ട് സെൽഫി എടുക്കാറുണ്ട്. എന്താ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഇന്ന സ്ഥലത്താണ് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും എന്താ വേണ്ടേ, ബ്രൈറ്റ് സെയിം ഹിയർ, ഹാപ്പി ടു സീ യു ഡിയർ. ബ്രൈറ്റ് എൻ്റെ UK ഷോയിൽ ആങ്കർ ആയിരുന്നു, ക്ലോസ് ഫ്രണ്ടാണ്. ലച്ചു ഓക്കെയാണോ? മരിയ ചോദിക്കുന്നുണ്ട്. ഓക്കെയാണ്, വിളിക്കാറില്ലല്ലോ. മസ്താനി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് മസ്താനി. പിന്നെന്താ വേറെ ആരാണ്? ചേച്ചി സോങ് സൂപ്പർ ആയിരുന്നു, താങ്ക് യു കേട്ടോ. സോങ്ങിൻ്റെ കുറേ പേര് ഫീഡ്ബാക്ക് പറയുന്നുണ്ട്. ഫുഡ് കഴിച്ചോ? ഇല്ല, നൈറ്റിൽ ഫുഡ് കഴിച്ചിട്ടില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിക്കത്തുള്ളൂ. വേറെ കൊച്ചിയിലാണ്. ചായ കുടിച്ചു. ഞാൻ ചായ കുടിക്കാറില്ല, ചായ കുടി കുറവാണ്. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? കുറേ പേര് ഇൻസ്റ്റയിലാണ് മാക്സിമം ഞാൻ മെസ്സേജിന് റിപ്ലൈ വരുന്നതും. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിനെ വോട്ട് ചെയ്തത്, ആൻഡ് ദാറ്റ്സ് യു ലക്ഷ്മി ഫോർ ദാറ്റ്. ഇല്ല, ഓക്കെ, താങ്ക് യു സോ മച്ച്. ബിഗ് ബോസിൽ എന്താ പറയണ്ടേ, പോകുന്ന സമയത്ത് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ പോവാൻ ഞാൻ. ഓക്കെ, കിട്ടി പോയാൽ പോയി എന്നും പറഞ്ഞിട്ട് അത്രയും ഇതായിട്ട് പോവുമായിരുന്നു. ബട്ട് ഇവിടെ നിങ്ങൾ കണ്ടത് എന്നെ തന്നെയാണ്, എൻ്റെ ശരിക്കുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് കണ്ടത്. എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം. പിന്നെ വലിയൊരു വ്യത്യാസം വന്നത് ഞാൻ കുറച്ചുകൂടി ഇപ്പോൾ ഹാപ്പിയാണ്, ഹാപ്പിയർ ദാൻ ബിഫോർ ആണ് ആഫ്റ്റർ ബിഗ് ബോസ്. പിന്നെ ആൾക്കാരുടെ സപ്പോർട്ട് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ഒട്ടും പ്രതീക്ഷയല്ല. ഗിവ് അവേ റിസൾട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഗിവ് അവേയുടെ റിസൾട്ട് ട്യൂസ്ഡേ ഈവനിങ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അത് ട്യൂസ്ഡേ ഈവനിങ് ആണ് അനൗൺസ് ചെയ്യുക. സോ ആരെങ്കിലും ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ടു പാർട്ടിസിപ്പേറ്റ്. അത് ഹെസിറ്റേറ്റ് ചെയ്യരുത്, ടൈം ഇനിയുണ്ട്. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പിന്നെ വേറെന്താണ്? ഓക്കെ, കുറച്ച് പേര് ഇന്നത്തെ ലൈവിൽ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. റിക്വസ്റ്റ് വന്നിട്ട് ഒന്ന് നോക്കിക്കോട്ടെ. റിക്വസ്റ്റ് ജോയിൻ. ഓക്കെ, ഡ്രസ് ഡിസൈൻ കളർ, താങ്ക് യു. ഓക്കെ, കുറച്ച് മെസ്സേജസ് ഇതായിട്ടുണ്ട്. ദുബായ് മീറ്റപ്പ് ഉണ്ടോ? ദുബായ് മീറ്റപ്പ് ആരെങ്കിലും ദുബായിലോട്ട് ഇൻവൈറ്റ് ചെയ്താൽ ഞാൻ വന്നിട്ട് മീറ്റപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ആസ് ഓഫ് നോ ദുബായ് പ്ലാൻസ് ഒന്നുമില്ല. വരുന്നുണ്ടെങ്കിൽ എന്തായാലും മീറ്റപ്പ് വെക്കാം കേട്ടോ. അവിടെ കുറേ ആൾക്കാർ അവിടുന്ന് എബ്രോഡ് നിന്നുള്ള ഒത്തിരി പേര്, ഇപ്പം സീനത്ത ത്രൂ ആണെങ്കിലും ഒത്തിരി പേര് അവിടെ നിന്നൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ വന്നത് നല്ല ഡിസിഷൻ എന്ന് തോന്നുന്നുണ്ട്. ഡെഫിനറ്റ്ലി നല്ല ഡിസിഷൻ എന്ന് തോന്നുന്നുണ്ട്. കാരണം കുറേ ആൾക്കാർ ഇതിൽ വരാനൊക്കെ ഇങ്ങനെ മടിച്ചു നിൽക്കും. കാരണം നെഗറ്റീവ് ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് പല കാര്യങ്ങൾ വെച്ചിട്ട് വരാം, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം എടുത്തിട്ട്. ബട്ട് അങ്ങനെ ഒരു കാര്യം ഓക്കെ ആണെങ്കിൽ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ നെഗറ്റീവ് കമന്റ്സും വരും. ഇപ്പോൾ കംപ്ലീറ്റ്ലി 100% പോസിറ്റീവ്സ് മാത്രമായിട്ട് ആരും ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റും ഇപ്പോഴും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ഹാൻഡിൽ ചെയ്യാനുള്ളതുണ്ടെങ്കിൽ ബിഗ് ബോസ് ഈസ് എ ഗുഡ് പ്ലാറ്റ്ഫോം. നമുക്ക് മാക്സിമം വിസിബിലിറ്റി കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഫേക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഫേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. നമുക്ക് നമ്മളായിട്ട് ഇവിടെ നിൽക്കാനേ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മുടെ ശരിക്കുള്ള സ്വഭാവം അവിടെ പുറത്തു വരും എന്നാണ് ഞാൻ കണ്ടത് വെച്ച് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. എന്താണ്, കുറേ മെസ്സേജസ് ഉണ്ട്. ബിഗ് ഫാൻ, റീ എൻട്രി എക്സലന്റ്. ഓക്കെ, അമ്മ ന്യൂസും അത് തമിഴ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, മോൻ എവിടെയാ? മോൻ ജോയിൻ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് മോനും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അവനെ ഫുൾ ടൈം ഇരുത്താൻ പറ്റത്തില്ല, അവൻ നല്ല സംസാരം ആയതുകൊണ്ട് എനിക്കൊന്നും പിന്നെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലാസ്റ്റ് അവനും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. നിലപാടൊക്കെ മാറുന്നതിന് അതെ, നിലപാടൊക്കെ മാറും. എനിക്ക് ചില സമയത്ത് മാറ്റവും കാര്യങ്ങളൊക്കെ വരും. ഞാനൊരു ഹ്യൂമൻ ബീങ് ആണ്, എനിക്കും തെറ്റും കാര്യങ്ങളൊക്കെ വരും. ഇൻഫ്ലുവൻസ് ആവാം, ഒത്തിരി കാര്യങ്ങൾ വരാം. എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഓക്കെ, എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ഉണ്ട്. സമന്യു ഇവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യും. ബിഗ് ബോസ് സാലറി, അതൊക്കെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് അല്ലേ, അതൊക്കെ ചോദിക്കണം. വലിയ സാലറി ഒന്നും ഇല്ല, ബട്ട് അത്യാവശ്യമുണ്ട്. വേറെന്താണ്? ചേച്ചി ഒരു ഹായ് പറയോ? ഹായ്. ഞാൻ ഇൻഡിവിജ്വലി ആരുടെയും പേര് ഇങ്ങനെ ഹായ് പറയുന്നില്ല കേട്ടോ. ഫേസ്ബുക്ക് ലൈവിൽ അതങ്ങനെ ചെയ്ത് എനിക്ക് ഇന്ററാക്ട് ചെയ്യാനോ സംസാരിക്കാനോ അങ്ങനെ ഇതാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു മിനിറ്റ്, ആരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് അലോ ചെയ്യണം. ഗിവ്വേയുടെ സ്പോൺസറാണ് അവര്. ആരാണ്?